ഓം ശാന്തി. ഭാരതം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ വിശ്വാസങ്ങളിൽ ആധാരമാക്കിക്കൊണ്ട് തൻ്റെ ഇഷ്ടമുള്ള രീതിയിലുള്ളതായിട്ടുള്ള ജീവിതം ജീവിക്കാൻ, തനിക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ, ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ഭാരതത്തിൽ എവിടെയും ജീവിക്കാൻ, താമസിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഭരണഘടന എഴുതി. ഞാൻ ചോദിച്ചോട്ടെ, രാത്രി 8 മണിയാവണേ ഉള്ളൂ, ഇരുട്ട് പരന്നിട്ടുണ്ട്. എന്നാൽ പണ്ടത്തെ പോലെയല്ല, ഇന്ന് നിയോൺ ലൈറ്റുകളുടെ പ്രകാശം കൊണ്ട് രാത്രിയെ പകലാക്കി മാറ്റുന്ന വലിയ വലിയ പട്ടണങ്ങളിൽ പോലും നമ്മുടെ അമ്മമാർ പേടിക്കുകയാണ്. 8 മണിയായി, എങ്ങനെയാണ് പോവുക? ആരെയാ പേടിക്കേണ്ടി വരുന്നത്? എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം അവൻ്റെ മൂല്യങ്ങളിൽ ആധാരമായിക്കൊണ്ട് തൻ്റെ മനസ്സും ചിന്തയും വാക്കും ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നാൾക്ക് നാൾ നമ്മുടെ സഹോദരിമാർ ഓരോരോ സ്ഥലങ്ങളിൽ, മൂലകളിൽ ആക്രമിക്കപ്പെടുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റിയില്ല എന്നതായിട്ടുള്ള വിചാരം കൊണ്ട് നൂറുകണക്കിന് യുവാക്കൾ സ്വന്തം ജീവിതത്തിനെ ഏതെങ്കിലും അല്പം വിഷത്തിലോ ഒരു കഷ്ണം കയറിലോ ഏതെങ്കിലും വിധിയിലോ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ 75% യുവജനത മദ്യത്തിനും ലഹരി മരുന്നിനും അടിമയായിട്ട് മാറുമ്പോൾ, മദ്യം കൊണ്ട് സ്വയബോധം മറന്ന അച്ഛന്മാർ വീട്ടിനുള്ളിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഭയന്ന് മേശയുടെയും കട്ടിലിൻ്റെയും അടിയിൽ പോലും ഒളിച്ചിരിക്കേണ്ട കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് സ്വാതന്ത്ര്യമാണ് നേടിയത്? സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ ചെയ്യാം, നമ്മുടെ ഭാരതം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടണം. എന്താണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം? സുവ്യവസ്ഥിതമായിരിക്കുന്ന ഭരണഘടനയോടുകൂടി നമുക്ക് ജീവിക്കണം. ധർമ്മവും നീതിയും ശക്തിയും ഒന്നിക്കുന്ന ഭരണകൂടമായി നമ്മുടെ ഭാരതം മാറണം. അതിന് ഭരണകൂടം വിചാരിച്ചതുകൊണ്ട് സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് നന്നാക്കാൻ സാധ്യമല്ല. ഉത്തമ ഉദാഹരണം നോക്കിയാൽ മതി. നമ്മുടെ നാടുകളിൽ 8 മണി കഴിഞ്ഞാൽ ട്രാഫിക് നിയമം മറികടക്കാം എന്നാണ്. ഒരിക്കലുമല്ല. 8 മണി കഴിഞ്ഞതുകൊണ്ട് ആ ഭാഗത്ത് വൺ വേ ഇല്ലാണ്ടാവില്ല. നമ്മൾ പറയും 8 മണി കഴിഞ്ഞിരിക്കുന്നു, രാവിലെ 8 മണി ആയിട്ടില്ല, നിങ്ങൾ അതിലൂടെ എടുത്തോ എന്ന് ഓട്ടോറിക്ഷക്കാരനോട് പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന കാര്യം, 8 മണിക്ക് പോലീസ് വരും, 8 മണിക്ക് പോലീസ് പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ, വൺ വേ അല്ലാതാക്കിയിട്ടില്ല. നമ്മുടെ മനസ്സുകളിൽ നിയമം ഭരിക്കാത്തിടത്തോളം കാലം, മനുഷ്യ മനസ്സ് മൂല്യങ്ങൾ ആധാരത്തിൽ ജീവിക്കാത്തിടത്തോളം കാലം, ഓരോരുത്തരും ധർമ്മത്തെ തൻ്റെ അടിസ്ഥാന ഘടകമായി ജീവിക്കാത്തിടത്തോളം കാലം ഈ ഭാരതം യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം അനുഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ കെട്ടുപാടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഇച്ഛിക്കുന്ന പോലെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിനെ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കാനുള്ള ശക്തിയായി ഞാൻ മാറുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസത്തെ നമുക്ക് തീർച്ചയായും ഉപയോഗിക്കണം. ഒരു കാര്യം ഞാൻ ഓർത്തുപോകും, പലപ്പോഴും മുന്നോട്ടുള്ള യാത്ര പറയുന്ന സമയത്ത് തടസ്സങ്ങളുടെ 100 കൂട്ടങ്ങളായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വരുന്നത്. ഇല്ല എന്ന് ഞാൻ പറയാറില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ 1000 തടസ്സങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാരണം ചെയ്യാൻ വേണ്ടിയും കണ്ടെത്തും. ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യാനുള്ള 1000 കാരണങ്ങളുണ്ടെങ്കിലും ചെയ്യാതിരിക്കാനുള്ള ആ ഒരു കാരണവും കണ്ടെത്തും. അതുകൊണ്ട് ചെയ്യാനുള്ള ഒരു കാരണം കണ്ടെത്തിയ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് എനിക്കൊന്നും നേടാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഫോർഡ് കമ്പനിയുടെ ഓണറായിരിക്കുന്ന ഹെൻറി ഫോർഡ്, അദ്ദേഹത്തിനും കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചുപോയി, ജീവിതത്തിൻ്റെ ഭാരം ചുമലിൽ വന്നു, അതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആളാണ്. ജീവിതത്തിൻ്റെ ഭാരത്തെ കുഞ്ഞുനാളിൽ തന്നെ തോളിലെടുക്കേണ്ടി വന്നതുകൊണ്ട് കൊച്ചുനാളിൽ തന്നെ തൻ്റെ സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി സംഗീതത്തിൽ അധികം മുന്നോട്ട് പോകും മുന്ന് തന്നെ ഗായികയായി രംഗത്ത് വരാൻ കഠിന പരിശ്രമം ചെയ്ത ആളാണ് ലതാ മങ്കേഷ്കർ. ഉയരക്കുറവിനെ തൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കി മാറ്റിയ ആളാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. ഉയരം കുറഞ്ഞതുകൊണ്ട് എനിക്ക് സ്പോർട്സ്മാൻ ആവാൻ പറ്റില്ല എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തമ ഉദാഹരണമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ദാരിദ്ര്യമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന APJ അബ്ദുൽ കലാം, നമ്മുടെ ബഹുമാന്യനായ മുൻ പ്രസിഡൻറ്റ്, അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് തൻ്റെ ശക്തി കൊണ്ടുവന്ന ആളാണ്.
ഇത്തരത്തിൽ എന്തൊരു കാരണത്തിനും വേണ്ടി ഏതൊരു കാരണം നമ്മുടെ മുന്നിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ കാരണത്തെ മാറ്റിമറിച്ച നൂറുകണക്കിന് ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കാരണത്തെ ഇല്ലാതാക്കാൻ ഈ ന്യൂ ഇയറിൽ, ഈ പുതുവർഷത്തിൽ സ്വയം പരമാത്മാവിൻ്റെ മഹാവാക്യത്തിൽ നമുക്ക് തന്നതായിരിക്കുന്ന ഗൈഡൻസും ഇത് തന്നെയായിരുന്നു. കാരണത്തെ ഇല്ലാതാക്കി നിവാരണം കണ്ടെത്തൂ. നിവാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളെ മുന്നോട്ട് നയിക്കും. കാരണം എന്നും നമ്മുടെ പിന്നോട്ട് തള്ളും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാനുള്ള എല്ലാ കാരണങ്ങളെയും ഇല്ലാതാക്കുമെന്നും നിവാരണത്തിലൂടെ മുന്നോട്ട് പോയി യഥാർത്ഥ സ്വതന്ത്രമായ ഭാരതം ഓരോ സ്ത്രീക്കും പുരുഷനും തുല്യതയോടുകൂടി ഏത് സമയത്തും തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എവിടെയും താമസിക്കാനും പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന സത്യമായ സ്വാതന്ത്ര്യം, ദുർവികാരങ്ങളില്ലാത്ത ഗുണങ്ങളുടെ സ്വതന്ത്രമായ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാരതമാക്കി ഈ ഭൂമിയെ മാറ്റാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.